ഇന്നത്തെ കേക്ക് 1 കിലോ വെയിറ്റ് വരുന്ന കാരമൽ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയറിലാണ് കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ 4 മുട്ട ഉപയോഗിച്ച് ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഒരു സ്ക്വയർ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റിൻ്റെ സ്പഞ്ചാണ് കേട്ടോ ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേ 3 ലെയറായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ലെയറായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു, നമ്മൾ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു, അതിനുശേഷം ക്രീം കൊടുത്തു, മുകളിൽ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന ക്രീമിനകത്തോട്ട് കാരമൽ സോസ് കൂടെ ചേർത്തുള്ള ക്രീമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഓരോ ലെയറിലും കാരമൽ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഷുഗർ സിറപ്പ് നടന്ന പാലും കണ്ടൻസ്ഡ് മിൽക്കും ഷുഗറും അതുപോലെ തന്നെ 2 ടീസ്പൂൺ നമ്മുടെ ഈ സോസിലെ കാരമൽ സോസ് കൂടെ ആഡ് ചെയ്ത് ആ ഒരു സിറപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരമൽ കേക്ക് ആകുമ്പോൾ നമുക്ക് കാരമൽ സോസ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഫില്ലിങ്സ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ. അപ്പോൾ നമ്മൾ വേറെ ഫില്ലിങ്സ് ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനിവിടെ 3 ലെയറും വെച്ച് കൊടുത്തു. ഇതേ ക്രം കോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്ക്വയർ കേക്ക് ആകുമ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ പിങ്ക് കളറിൽ ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിസൈനൊക്കെ അതുപോലെ കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റാർ നോസിലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്പറൊന്നുമില്ല, ചെറിയൊരു നോസിലാണ്. അത് വെച്ചിട്ട് ഞാനിവിടെ സൈഡ് ബോർഡർ കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ കേക്ക് തന്നിട്ടുള്ള ഡിസൈനിൽ 3 ലെയറായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സൈഡ് ബോർഡർ 3 ലെയർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ നോസിൽ വെച്ച് തന്നെ അവിടെ ഇവിടെയായിട്ട് ഇതുപോലെ സ്റ്റാർ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം താഴത്തെ ഭാഗത്തും ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ സൈഡ് ബോർഡർ കണക്ക് ചരിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നോസിൽ വെച്ചിട്ട് തന്നെ 4 സൈഡും ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഫോണ്ടൻ്റ് വർക്ക്സാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3D ക്ലൗഡും അതുപോലെ തന്നെ റെയിൻബോയും കുറച്ച് സ്റ്റാർസും ആണ് കേട്ടോ. ഇതുപോലെ ഡിഫറൻറ്റ് കളേഴ്സിലുള്ള സ്റ്റാർസും ആണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നൈമ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു യൂണിക്കോൺ കേട്ടോ. യൂണിക്കോൺ പേപ്പറിലുള്ള യൂണിക്കോണാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുന്നതായിരിക്കുന്നു. ഇഷ്ടമായിട്ടാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.